നമസ്കാരം. കേരള വിഷൻ അവതരിപ്പിക്കുന്ന സഫലമീ യാത്ര എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന അതിഥി സീരിയൽ രംഗത്ത് തിളങ്ങി നിൽക്കുന്ന ഒരു താരമാണ് അൾത്താര, കുമാരി അൾത്താര. നമസ്കാരം. നമസ്കാരം. പിന്നെ അൾത്താര എന്ന് വിളിക്കുമ്പോൾ തന്നെ അൾത്താര എന്ന വാക്ക് ഇതാരാണ് ഈ പേരിട്ടത്? എൻ്റെ അങ്കിളാണ്. അങ്കിള്, എന്താണ് ഇതിൻ്റെ അർത്ഥം അറിയാവോ? അത് ജീസസ് ഇരിക്കുന്ന ഇടം, പരിശുദ്ധമായ ഇടം. പരിശുദ്ധമായ ഇടത്തിനാണ് ഈ അൾത്താരയിൽ പാനപാത്രം മുട്ടിപ്പായി പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയാം അല്ലേ? ഞാൻ വിചാരിച്ചിരുന്നത് എന്താണെന്നറിയാമോ, അൾത്താര എന്ന് പറയുന്നത് നമ്മൾ ലാസ്റ്റ് സപ്പറിന് അടിച്ച ആ തീന്മേശയില്ലേ, അത്താഴത്തിന് ആ മേശയ്ക്കാണ് അൾത്താര ഈ എന്ന് വിചാരിച്ചു. അല്ല അല്ലേ, പരിശുദ്ധമായ ഇടം എന്നുള്ളതാണ്. കൊള്ളാം. പിന്നെ നല്ലൊരു പേരാണ് അർത്ഥമുണ്ടും. ആ താരം എന്നാണ് ഞാൻ വിചാരിച്ചത് കേട്ടോ. ഇതിപ്പോൾ ഈ താരത്തിന് അൾത്താര എന്ന് കിട്ടിയത്. അൾത്താര ഇപ്പോൾ ഇതിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്ക്. ഇതിലെന്ത് ക്യാരക്ടറാണ്? സീതാലക്ഷ്മി. പോസിറ്റീവ് ക്യാരക്ടറാണ്. എങ്ങനെ എന്തായാലും നന്നായിട്ട് പോകുന്നുണ്ട് ഈ സീരിയല്. നിങ്ങളെല്ലാവരും തന്നെ അതിനകത്ത് അതെ, കുട്ടികൾക്കായതുകൊണ്ട് തന്നെ മുതിർന്നവർക്കും അതുപോലെ ഇഷ്ടപ്പെടുന്നതാണ്. കാരണം കുട്ടികൾക്ക് വേണ്ടി ആണ് വെച്ചു കൊടുക്കുന്നതെങ്കിലും കൂടുതലും ഇഷ്ടപ്പെടുന്ന മുതിർന്നവർക്ക് വേണ്ടിയാണ്. ഇപ്പോൾ നമ്മുടെ വീട്ടിലും ഒക്കെ അങ്ങനെയാണ്, അവരും ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഈ സീരിയൽ. ആദ്യമായിട്ട് അഭിനയിച്ച സീരിയൽ ഏതായിരുന്നു? ആദ്യമായിട്ട് ഞാൻ സീരിയലല്ല അഭിനയിച്ചത്. ആദ്യമായിട്ട് ഞാൻ ഹരിഹരൻ സാറിന്റെ മയൂഖം എന്ന് പറഞ്ഞ ഫിലിമിലാണ് ചെയ്തത്. ഓ, സിനിമയിലായിരുന്നു ആദ്യം? ഹീറോയിൻ്റെ ചെറുപ്പകാലം. മയൂഖം ഹരിഹരൻ സാറിൻ്റെ. ഏത് പ്രായത്തിൽ? 13 വയസ്സിൽ. എങ്ങനെയായിരുന്നു അത് എണീക്കാൻ ഉണ്ടായ സാഹചര്യവും? അതിൻ്റെ കൺട്രോളർ വിജയൻ അങ്കിളിനെ എൻ്റെ അങ്കിളിൻ്റെ ഫ്രണ്ടാണ്. അപ്പം അങ്ങനെ അറിയാവുന്നത് കാരണം ഒരുപാട് ആഗ്രഹമാണ് എനിക്ക് കലാപരമായിട്ട് നല്ലൊരു ഉയരത്തിലെത്തണം എന്ന് വളരെയധികം ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ എനിക്ക് മാത്രമല്ല, എൻ്റെ പേരൻസിനും എൻ്റെ വീട്ടുകാരെല്ലാം എനിക്ക് വളരെയധികം സപ്പോർട്ടാണ്. അപ്പം അത് കാരണം അങ്ങനെ പരിചയപ്പെട്ടു, അങ്ങനെ വിളിച്ചു, അങ്ങനെ ഹരിഹരൻ സാറിനെ പോയി കണ്ടു. അപ്പം ഞാനപ്പം 8th പഠിക്കുകയാണ്. അപ്പോൾ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ ചേരാറുണ്ടോ? പങ്കെടുക്കാറുണ്ട്. ഡാൻസ് അങ്ങനെ ഒന്നും പഠിച്ചിട്ടില്ല, ഇതുവരെ പഠിച്ചിട്ടില്ല. പക്ഷെ അതിനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. യൂത്ത് ഫെസ്റ്റിവലിനൊക്കെ പക്ഷെ പങ്കെടുക്കാറുണ്ട്. എന്തിനൊക്കെയാണ് കിട്ടിയത്? ഡാൻസ് ആണ് കൂടുതൽ. ഭയങ്കര എൻ്റെ ഏറ്റവും വലിയ ഹോബി തന്നെ ഡാൻസ് ആണ്. ഡാൻസ് 24 മണിക്കൂർ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കാനും പാട്ട് കേൾക്കാനിരിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. സിനിമാറ്റിക് ഡാൻസ് ആയിരുന്നു കൂടുതൽ കളിക്കുന്നത് അല്ലേ? ആ താളത്തിനനുസരിച്ച്, ആ ഈണത്തിനനുസരിച്ച് ചൂട് വയ്ക്കാനും ഒക്കെ അങ്ങനെ ആയിരിക്കും. ഈ ജീവിത താളം ക്ലിയർ ആകുമ്പോഴാണ് അഭിനയിക്കാനുള്ളൊരു താളവും നമുക്ക് കൃത്യമായിട്ട് ക്ലിയർ വരുന്നത്. അഭിനയിക്കാനുള്ള അതും അങ്കിളാണല്ലോ, അങ്കിൾ വഴിയാണല്ലോ ഇത് കിട്ടുന്നത്. എങ്ങനെ ചെറുപ്പത്തിൽ, അതായത് ഇപ്പം 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് വരുന്നത്, അല്ലാതെ തന്നെ അതിന് മുമ്പേ അഭിനയിക്കാനുള്ളൊരു കൊതി ഉണ്ടായിരുന്നു അല്ലേ? കൊതി ഉണ്ടായിരുന്നു, പക്ഷെ അതിനു വേണ്ടി അങ്ങനെ ഇറങ്ങുമൊന്നും ചെയ്തിട്ടില്ല. പിന്നെ അങ്കിളാണ്, ഒരുപാട് സപ്പോർട്ടാണ് അങ്കിൾ. അങ്കിളുടെ പേരെന്താണ്? അങ്കിളുടെ പേര് ദേവൻ. എന്ത് ചെയ്യുന്നു അങ്കിൾ? റിയൽ എസ്റ്റേറ്റിൻ്റെ ആൾക്കാണ് ഇവിടെ എറണാകുളത്ത്. അച്ഛൻ്റെ പേര്? അച്ഛൻ്റെ പേര് മധു. എന്ത് ചെയ്യുന്നു അച്ഛൻ? അച്ഛൻ ഗൾഫിലാണ്. ഗൾഫിൽ എന്ത് ജോലിയാണ്? ബിസിനസ്. അമ്മ ഹൗസ് വൈഫ്, ഗീത. പിന്നെ ഒരു അനിയൻ നന്ദു, അത് 8th പഠിക്കുന്നു. എൻ്റെ ഒഫീഷ്യൽ നെയിം നീതുജി നായർ എന്നാണ്. നീതുജി നായർ. ഞാൻ ഫിലിമിന് വേണ്ടി ഇട്ടതാണ് അൾത്താര എന്ന് പേര്. ഓ, അപ്പോൾ ഈ അടുത്ത കാലത്താണ്, അപ്പോഴാണ് അൾത്താര? ഞാൻ ഇറങ്ങിയോളം തൊട്ട് ഇറങ്ങിയ ഒരു 2 വർഷമൊക്കെ നീതു ആയിരുന്നു, പിന്നെ അത് അൾത്താരയാക്കി. അപ്പോൾ സിനിമയിലൊക്കെ നീതു ആയിരുന്നിരിക്കും. ആദ്യമൊക്കെ നീതു വന്നായിരുന്നു. ഇപ്പൊ പക്ഷെ എല്ലാവർക്കും അൾത്താര എന്ന് പറഞ്ഞാലേ അറിയും. ആണ്. അത് മാറാനുണ്ടായ കാരണം? മാറാനുണ്ടായ പ്രത്യേകത അത് അതിന് മാത്രമായിട്ട് ഇട്ടതല്ല. നീതുജി നായർ അവസാനത്തെ വാലെങ്ങനെ അൾത്താരയിലേക്ക് പരിണമിച്ചു വന്നു? അത് എന്താ പറയാ, ഞങ്ങള് ഒരുപാട്, ഞാൻ പറഞ്ഞല്ലോ, അനുഭവങ്ങളാണ് മനുഷ്യനൊരേ മാറ്റങ്ങൾ കൊടുക്കുന്നത്. എന്തനുഭവങ്ങളാണ് ജീവിതത്തിൽ ഉണ്ടായത്? അങ്ങനെ യേശുവിനെ പണ്ടോട്ടേ ഇങ്ങനെ പള്ളിയിൽ പോവായിരുന്നു, അമ്പലത്തിൽ പോവായിരുന്നു, അങ്ങനെയൊക്കെ
അപ്പോൾ അങ്ങനെ. പക്ഷെ അങ്കിള് വന്ന് ഇതണക്ക് എനിക്ക് നിസാര കാര്യം മതി, ഞാനത് പെരുപ്പിച്ച് വലുതാക്കും. ടെൻഷൻ അടിയോ, ഭയങ്കര ടെൻഷനായി എന്ത് കാര്യത്തിനും. അപ്പം അങ്കിള് പറഞ്ഞു, നിനക്ക് ദൈവവിശ്വാസം കുറവുള്ളത് കൊണ്ടാണ് ഈ ടെൻഷൻ ഇങ്ങനെ അടിക്കുന്നതെന്ന് പറഞ്ഞു.